ഗെറ്റ് റെഡി സിറ്റിസൺസ്. അത് പഴയങ്ങാടിക്കാരോടാണ് കൂടുതൽ പറയാൻ, പഴയങ്ങാടി മാട്ടൂൽക്കാരോടാണ് പറയാനുള്ളത്. പഴയങ്ങാടി മാട്ടൂൽ, മുട്ടം, പാലക്കോട് അവരോടെല്ലാം ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ പഴയങ്ങാടി പാലം ബ്രിഡ്ജ്, പിന്നെ പെറ്റ് സ്റ്റേഷനിലേക്ക് ആ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അവരോടും പറയുന്ന, നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ സമയം പലതും നഷ്ടപ്പെടും. യാത്ര പരമാവധി മാട്ടൂലേക്ക് പഴയങ്ങാടി വരുന്നത് ഒഴിവാക്കുക. ഇനി ഇതിൻ്റെ ഒന്നിച്ച് പറയാനുള്ളത്, ഈ ഓവർ ബ്രിഡ്ജിന് വേണ്ടി അന്വേഷിച്ചപ്പോൾ 6 കോടി റുപ്യ പാസ്സായി എന്നാണ് പറഞ്ഞത്. പഴയങ്ങാടി ഓവർ ബ്രിഡ്ജ് റിനോവേഷൻ ചെയ്യാൻ എന്ന് വെച്ചാൽ അവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് 6 കോടി പാസ്സായി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എല്ലാ പൊളിറ്റീഷ്യൻസും കയ്യും കെട്ടി നിൽക്കുന്നു. ഇനി വേറൊരു സത്യം കാണിക്കാം, വെയിറ്റ് ചെയ്യും. ഇത് കുറേ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമാണ്. തീരദേശ ഹൈവ് മാട്ടൂൽ പ്രദേശം സർവകക്ഷി സംഘം. മാട്ടൂൽ പ്രദേശം മാത്രമൊന്നല്ല, തീരദേശം വരാം. തീരദേശം വരുമ്പോൾ മാട്ടൂലും മറ്റേ പുതിയങ്ങാടിയും എല്ലാം പെടും. കാരണം കേരളത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് തീരദേശം തന്നെയാണ്. ഇവരെ മാങ്ങാത്തൊലിയിലെ കണ്ടുപിടുത്തമെന്ന് മാട്ടൂലെത്തുമ്പോൾ മാട്ടൂൽ പ്രദേശം, മാടായിലെത്തുമ്പോൾ മാടായി പ്രദേശം എന്നാക്കിയിട്ട് കാണിക്കാൻ. അപ്പോൾ ഇതിലെല്ലാ ജനപ്രതിനിധികളും ഉണ്ട്. എന്നിട്ട് ഇവർ പോലും ഇതിലിപ്പോൾ MLA വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ മാട്ടൂലെ കല്ലുകെട്ടിക്ക് എത്രയോ ലക്ഷം ചിലവാക്കിയിട്ടും വീഡിയോയിൽ പറയുന്ന കണ്ടിന്, ഞാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചല്ലോ, ഞാൻ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നല്ലോ, എന്നിട്ടും മഴ ഇതുവരെ മാട്ടൂൽ നിന്നിട്ടില്ല. കർണാടക വെള്ളം തുറന്നാലും കേരളം വെള്ളം തുറന്നു കഴിഞ്ഞാലും തീരദേശക്കാരായാലും വെള്ളം ഒരു സൈഡ് വെള്ളം 2 സൈഡ് വെള്ളം ഇല്ല ആൾക്കാർ എന്തായാലും വെള്ളത്തിൽ തന്നെ മുങ്ങും. അപ്പോൾ പറയാനുള്ളത്, കലിയുഗമാണ്, കാലാവസ്ഥ വ്യതിയാനമുണ്ട്. ഇവരോട് പറ, തീരദേശം പിന്നെ ഉണ്ടാക്കാം. ഓവർ ബ്രിഡ്ജിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി കഴിഞ്ഞാൽ ഒരു പടി ഷോർട്ടാണ്. ഷോർട്ട് വേ നേർക്ക് ആംബുലൻസും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ പോകാനും. ഇപ്പോൾ ആംബുലൻസ് എല്ലാം തിരിച്ച് കണ്ണൂരേക്ക് കൂടിയാണ് പോകുന്നത്. പയ്യന്നൂർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നില്ല. കണ്ണൂരേക്ക് തന്നെയാണ് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം പയ്യന്നൂർ താലൂക്കിൽ പോലും 24 മണിക്കൂർ കാഷ്വാലിറ്റി ഉണ്ടോ ഇല്ലോ എന്ന് ഇന്ത്യൻ സിറ്റിസൺ അറിയില്ല. പക്ഷെ അവിടെ 200 റുപ്യാണ് എക്സ്റേക്ക്. അപ്പോൾ പരിഹാരത്ത് കുറേ സ്ഥലത്ത് ആൾക്കാർ എത്തുന്നില്ല. എല്ലാവരും 2000 4000 റുപ്യെല്ലാം ചിലവാക്കിയിട്ട് നമ്മൾ മാട്ടൂലിൻ്റെ ആംബുലൻസ് വരെ അടിപൊളി പൈസ എടുത്തിട്ടാണ് പോകുന്നത്. ഷെയർ ടു ഓൾ വേൾഡ്.